പലപ്പോഴും നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ് എന്റെ ജീവിതം കൊള്ളില്ല, എന്റെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോയെ, ഞാൻ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയെ എന്നൊക്കെയല്ലേ അല്ലെ. ലൈഫിൽ നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യം എന്തെന്നറിയോ, നമ്മൾ സെൽഫ് ആക്സെപ്റ്റൻസ്, നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതും നമ്മൾ നമ്മളെ അംഗീകരിക്കുക എന്നുള്ളതുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പലർക്കും അത് ഇപ്പോഴും അറിയില്ല, അല്ലെങ്കിൽ പലരും അറിഞ്ഞിട്ടും ഒരിക്കലും ആ ഒരു ട്രാക്കിലേക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ട് അവർക്ക് അത് ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, എനിക്കിത് കുറവാണല്ലോ, ഇൻ കേസ് ഫോർ എക്സാമ്പിൾ നല്ല ഹെയർ ഉണ്ടല്ലോ, എനിക്ക് ഹെയർ ഇല്ലല്ലോ, അല്ലെങ്കിൽ നല്ല വെളുത്തിട്ടാണല്ലോ, ഞാൻ കറുത്തിട്ടാണല്ലോ, നല്ലൊരു കരിയറിലാണല്ലോ, ഞാൻ അവനൊക്കെ ഒരുപോലെ തന്നെയല്ലേ പഠിച്ചത്, പക്ഷെ ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്. അതേപോലെ ഒരാൾ മാരേജ് കഴിഞ്ഞിട്ടുണ്ടാകും, നമ്മുടെ അതേ പ്രായമുള്ള ആൾക്കാർ, നമുക്ക് അതൊന്നും ഒരു ശരിയാവുന്നില്ലെങ്കിൽ നമ്മൾ പറയുമോ നമുക്ക് മാത്രം ഒന്നുമില്ലല്ലോ, ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ഇങ്ങനെ എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നോക്കി കാണുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ കുറവുകളായിട്ട് പലതും തോന്നുന്നുണ്ടാവുക. ശരിയാണ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഈ ലോകം കാണുന്ന ഒരു കാഴ്ചയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടാവുമായിരിക്കാം. എല്ലാം നമ്മൾ നെഗറ്റീവ് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ചുറ്റും നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ് അല്ലെങ്കിൽ തോട്ട്സ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് മുമ്പോട്ടേക്കുള്ള ലൈഫിലേക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താണ് നമ്മൾ അറിയുക. ഇതാണ് എന്റേതായ സന്തോഷങ്ങളും അല്ലെങ്കിൽ എന്റേതായ ശരികളും. ആ സംഭവങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ സ്നേഹിച്ചു തുടങ്ങുക. ഇപ്പം എനിക്ക് ഹെയർ ഇല്ലെങ്കിൽ ആ ഹെയർ ഏത് രീതിയിൽ എനിക്ക് സ്റ്റൈൽ ചെയ്തിട്ട് പോകാൻ പറ്റും എന്ന് ഞാൻ ചിന്തിക്കാം. ഞാൻ കളർ ഇല്ലെങ്കിലും എനിക്ക് എന്റെ ഈ കളറിൽ ഞാൻ എത്ര ബ്യൂട്ടി ആണെന്നുള്ള ആ ഒരു സത്യത്തെ നമ്മൾ തിരിച്ചറിയാം. ഒരു പക്ഷെ നല്ല കളറുള്ള ഒരു വ്യക്തി നിങ്ങളെ കണ്ട് ചിലപ്പോൾ പറയുന്നുണ്ടാവും, അയ്യോ എനിക്ക് അതുപോലെ ഒരു ഡള്ള് കളർ മതിയായിരുന്നു, കാരണം എന്ത് ഭംഗിയാണ്. കാരണം ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിലെ മുക്കാ പ്രോബ്ലംസും ഇല്ലാതാവും കേട്ടോ. അതേപോലെ ഒരുപാട് പേരുടെ ജീവിതത്തിലെ നന്മകളും അല്ലെങ്കിൽ സന്തോഷങ്ങളും ആയിരിക്കില്ല നമ്മുടെ ജീവിതത്തിലെ സന്തോഷം ഒന്നും കൂടെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കുക. നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങളിൽ സന്തോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കുള്ള കുറവുകൾ ചിലപ്പോൾ നമുക്ക് കുറഞ്ഞു തുടങ്ങും കേട്ടോ. കൂടുതൽ നമ്മൾ കുറവുകൾ എണ്ണുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങളില്ല അല്ലെങ്കിൽ നേട്ടങ്ങളില്ല എന്ന് തോന്നുന്നത്. കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു നേട്ടങ്ങളെയും എണ്ണി അതിൽ സന്തോഷിക്കുമ്പോൾ നമ്മൾക്ക് നേട്ടങ്ങളും അതിൽ കൂടുതലുള്ള സന്തോഷങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമ്പോൾ നമ്മൾക്ക് ഇല്ലായ്മയും നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളും നമുക്ക് കുറഞ്ഞ് കാണാൻ വേണ്ടി സാധിക്കും. അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സെൽഫ് ആക്സെപ്റ്റൻസ് ആണ്. നമ്മൾ എന്താണെന്നും നമ്മളുടെ സാഹചര്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തി, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ട ഒരു കാര്യം കേട്ടോ.